ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങ മുരിങ്ങയ്ക്ക കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു 5-6 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങായും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് പൊളിച്ച് വൃത്തിയാക്കി, ചക്കക്കുരു പൊളിച്ച് വൃത്തിയാക്കാം. മാങ്ങ ചെത്തിയരിയാം. മുരിങ്ങയ്ക്ക ഒന്ന് തോലൊക്കെ ചിരണ്ടി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. എന്നിട്ട് കാണാവേ. ചക്കക്കുരു പൊളിച്ചരിഞ്ഞിട്ടുണ്ട്, മുരിങ്ങയ്ക്കയും മാങ്ങയും ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചക്കക്കുരു കുക്കറിനകത്തോട്ട് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചക്കക്കുരു ഒന്ന് വേവിച്ച് ഉടച്ചെടുക്കുന്നതാണ് നല്ലത്. അതിനു വേണ്ടിയാണ് ചക്കക്കുരു തന്നെ ആദ്യം വേവിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് വേവാൻ വെക്കാം. വെന്ത് കഴിയുമ്പോൾ ഒരു 2 വിസിൽ മതി. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അത് വേകുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടി തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക്, ഉള്ളി, പച്ചമുളക് എടുത്തേക്കുന്നത്. കാന്താരി മുളകുണ്ട്, എന്നാലും പച്ചമുളക് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പച്ചമുളക് എടുത്തത്. കാന്താരി മുളക് അവിടെ ഇരിക്കട്ടെ. അതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ചക്കക്കുരു 2 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവി കൊണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം. മുഴുവൻ ഉടയ്ക്കേണ്ട, കുറച്ചൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് മാങ്ങയും മുരിങ്ങയ്ക്കും കൂടി ഇട്ട് വേവിക്കാം. അപ്പോൾ ഇതൊന്നുകൂടെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരും. അതിനു വേണ്ടിയാണ്. ചക്കക്കുരു പകുതിയോളം ഉടച്ചെടുത്തു. ഇനി അതിലേക്ക് നമുക്ക് മാങ്ങയും മുരിങ്ങയ്ക്കും കൂടി ഇടാം. അതിട്ട് 1 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇതിലെ വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് സ്റ്റവിൽ വയ്ക്കാം. നമ്മൾ മാങ്ങയും മുരിങ്ങയ്ക്കയൊക്കെ ചേർത്ത് ചക്കക്കുരു 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ടുള്ള ബീട്രൂട്ടാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇത് കണ്ടോ, ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. മുരിങ്ങയ്ക്കയും മാങ്ങയും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് കൂടത്തിൽ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കാം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി, ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഉപ്പൊക്കെ ഈ സമയത്ത് ചേർക്കാം. കറിവേപ്പില ചേർത്തു. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് മറിയണ്ട, ചെറുതായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തിള വരുന്നിടം വരെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ കയ്യിൽ ഈ ചുമന്ന നിറം കാണുന്നത് ബീട്രൂട്ട് അരിഞ്ഞതാണ്. ഇന്ന് ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും ചക്കക്കുരു മാങ്ങാച്ചാറും കറി. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇതിനിനി നമ്മൾ കടുക് വറുക്കുകയോ ഒന്നുമില്ല, താളിപ്പൊന്നുമില്ല കേട്ടോ. നേരിട്ട് ഇത് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇത് ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ടങ്ങ് ചോറിനകത്ത് ഒഴിച്ച് കൂട്ടും. അത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, തിള വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് നമുക്ക് മൂടി വെക്കാം. ഇനി ഇതിനകത്ത് കടുക് വറുക്കണം എന്നുള്ളവർക്ക് വറുത്തിടാം കേട്ടോ. അപ്പം വേറെ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒന്നും ആരും ഇങ്ങനെ കുരുമാങ്ങാച്ചാറ് കടുക് വറുക്കുവരെ. അപ്പോൾ കുറച്ച് നേരം മൂടി വെച്ചു. നമ്മുടെ കറി സൂപ്പർ ചക്കക്കുരു മാങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട്. അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുവാണേ. ഇനി ഊണ് കഴിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.